പോളിംഗ് ബൂത്തുകളെല്ലാം തന്നെ സജീവമാണ്. രാവിലെ മുതൽ തന്നെ വോട്ടർമാരെല്ലാം എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദേവമാതാ സ്കൂളിലാണ്. 5 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷനിൽ. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ഒരു പോളിംഗ് ഒക്കെ വിലയിരുത്താനായിട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സാർ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് മൊത്തത്തിലൊന്ന് വിലയിരുത്തിയാൽ? നല്ലൊരു വോട്ടിംഗ് ശതമാനം നമുക്കുണ്ട്. 11 മണിയായപ്പോൾ തന്നെ 31% കഴിഞ്ഞു. നമ്മൾ സാധാരണ 1 മണിക്കൂർ കൂടുമ്പോഴാണ് അപ്ഡേറ്റ് വരാം. അപ്പോൾ 11 മണീൻ്റെ അപ്ഡേറ്റ് വന്ന് തുടങ്ങിയപ്പോഴാണ് 31% കൂടിയത്. നമ്മൾ 2020 75% അടുത്ത് ഉണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തും അതിനേക്കാളും കൂടുതൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു വോട്ടർ ടേൺ ഔട്ടാണ് കാണുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടെ വേഗത്തിൽ കൂടാൻ സാധ്യതയുണ്ടാവും. സാധാരണഗതിക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം ഒരു സ്ലോ ആയിരിക്കും. പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് നല്ലോണം കൂടും. ആ രീതിക്കാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെല്ലാ ബൂത്തിലും ഇപ്രാവശ്യമല്ല നല്ലൊരു നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. കുറച്ച് സ്ഥലങ്ങളിൽ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഒരു 15 സ്ഥലങ്ങളുടെ അടുത്ത് മെഷീൻസിൻ്റെ തകരാറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് പരിഹരിച്ചിട്ട് പോളിംഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എല്ലാ സ്ഥലങ്ങളിലും. ഇവിടെ മാത്രമാണോ? എങ്ങനെയാണ് ഈ പ്രശ്നബാധിത ബൂത്തുകൾ കുറച്ചുണ്ടല്ലോ, അവിടെയൊക്കെ സന്ദർശനം നടത്തുന്നുണ്ടോ? പ്രശ്നബാധിത ബൂത്തുകളായിട്ട് 81 ബൂത്തുകളാണ് ജില്ലയിൽ ഉള്ളത്. പക്ഷേ എവിടെയും പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാം സമാധാനപരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വൈകിട്ട് വരെ പോകുന്നതാണ് വിചാരിക്കുന്നത്. കുറച്ചൊരു ബൂത്തുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ജില്ലാതലത്തിൽ കൺട്രോൾ റൂമുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ആ കൺട്രോൾ റൂമിലായിരുന്നു. ഇപ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനീഷ്യൽ ആ ഒരു ടൈമാണ് നമുക്കൊരു ക്രൂഷ്യലായിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും പോളിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ മെഷീൻസിന് എന്തെങ്കിലും തകരാറുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് പോയത്. സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന കടമയാണ്. എല്ലാ വോട്ടർമാരോടും പറയുന്നതാണ്. എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തിയോ? എൻ്റെ വോട്ട് ആക്ച്വലി തദ്ദേശ വോട്ടിംഗ് ഇപ്പോൾ ഇടുക്കിയിലാണുള്ളത്, ഏലപ്പാറയിലാണുള്ളത്. ഇപ്പോൾ 9th ആയിരുന്നു അവിടെ വോട്ടിംഗ് ഉണ്ടായത്. ഞാൻ അന്ന് പോകാമെന്നാണ് പോയി വോട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ പോസ്റ്റൽ ബാലറ്റ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം പോകാൻ പറ്റിയില്ല. അതിലൊരു നിരാശയുണ്ട്. ചെറുതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ ജില്ലയിലെ പോളിംഗ് ബൂത്തുകൾ സ്റ്റേഷനുകളൊക്കെ സന്ദർശിച്ച് മൊത്തത്തിലൊന്ന് വിലയിരുത്തിയാണ് കളക്ടർ. സമാധാനപരമായി തന്നെ പോളിംഗ് ഈ ഒരു നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണി വരെയും അത്തരത്തിൽ തന്നെ പൂർണ്ണമായും മികച്ച രീതിയിൽ തന്നെ പോളിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ട് തന്നെ പോളിംഗ് സുഗമമായി തന്നെ നടക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവുമാണ് കളക്ടർ പങ്കുവച്ചത്.